ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവർക്കും ന്യൂട്ടൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏത് ചാപ്റ്റർ എടുത്തത്? ഹൊറഗല്ലു ആണല്ലേ. നമ്മുടെ ഹൊറഗല്ലു ചാപ്റ്റർ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്ററായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. എല്ലാവരും അപ്പോൾ പാഠമൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നല്ല രീതിയിൽ ആ പാഠം ഒരു 2-3 വട്ടം വായിക്കുക. പാഠം വായിച്ചാൽ മാത്രം മതിയാവും. കാരണം അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് തന്നെയാണ്. ഓരോരുത്തരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹൊറഗല്ലുവിലൂടെ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് സുധാമൂർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ നമ്മുടെ ഓദറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഇതൊരു അനക്ഡോട്ടാണ്. ഈ അനക്ഡോട്ട് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓദർ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗുണപാഠ കഥയായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ അനക്ഡോട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹൊറഗല്ലു വരുന്നത് എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. ഇതുപോലെ ഈ ഹൊറഗല്ലു എന്ന് പറയുന്ന കഥയെ പോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതിർന്ന ആളുകൾ പറഞ്ഞു തരുന്ന കുറച്ച് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിന് നമ്മൾ എങ്ങനെ കാണണം? എല്ലാ കാര്യങ്ങളും എന്താ പറയുക, വളരെ രാഘവത്തോടെയോ പുച്ഛത്തോടെയോ കാണുന്നതിന് പകരമായിട്ട് ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ആ ഉള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഹൊറഗല്ലുയുടെ കാര്യം തന്നെ ആ ഒരു ഘട്ടത്തിൽ മുത്തച്ഛൻ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഓദറിന്, അല്ലെങ്കിൽ നമ്മുടെ സുധാമൂർത്തിക്ക് എന്തറിയാൻ വേണ്ടി പാടുണ്ടാവില്ല, ഹൊറഗല്ലു എന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇത്രമേൽ മീനിങ് ഇതിനുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ കേൾക്കുക. മുത്തച്ഛൻ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ വഴിയരികിൽ ഇരുന്ന് ഈ ഹൊറഗല്ലുവിൽ വിശ്രമിക്കുന്ന ആളുകളോട്, വഴി നടന്നു പോകുന്നവരോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഇത്രയൊക്കെ മീനിങ് ഫുള്ളായിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അല്ലേ? ഇതൊരു വലിയ സോഷ്യൽ വർക്കാണ് എന്ന് തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ്, അല്ലേ? ചെറുപ്പകാലത്തിലല്ല തിരിച്ചറിയുന്നത്, ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് എൻ്റെ മുത്തശ്ശൻ തന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എക്കോ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുകയാണ്. അതാണ് നമ്മുടെ രത്ന, അല്ലെ? രത്ന ആ ഒരു രൂപത്തിൽ ഒരുപക്ഷെ സീനിയർ ക്ലർക്ക് ആണെങ്കിലും അവരുടെ ആ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന ആ ടൈം യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക. ആ പ്രശ്നങ്ങൾ കേൾക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്നല്ല രത്ന അവകാശപ്പെടുന്നത്. എന്താണ്? അവർക്ക് അവരുടെ ഒരു ഭാരം ഇറക്കി വെക്കാൻ, അവരുടെ മനസ്സിൻ്റെ ഒരു വേദന പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ചുമലിൽ അവർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഭാരം ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യന് കൂടുതൽ റിഫ്രഷായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ആര് പറയാണ്? രത്ന ഇവക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ഓദറിന്, നമ്മുടെ സുധാമൂർത്തിക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇത് തന്നെയല്ലേ പണ്ട് എൻ്റെ മുത്തച്ഛനും ചെയ്തുകൊണ്ടിരുന്നത്. ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാരമിറക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ആ ഹൊറഗല്ലു, ആ വലിയ ആലിൻ്റെ ചോട്ടിലുള്ള ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിരിക്കുന്ന ആ ഹൊറഗല്ലു, ആ ആൽമരവും ഒക്കെ മുത്തശ്ശനും ഒക്കെ എന്താണ് അവിടെയുള്ള ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു വലിയൊരു സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കൊരു പരിചയമില്ലാത്ത മനുഷ്യർ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരോട് അല്പനേരം ഇരുന്ന് അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും കഴിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്നൊരു പരിഗണനയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ ഒരു വർക്ക് അത് തന്നെയാണ് എന്നുള്ളതാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? മുത്തശ്ശൻ ചൂണ്ടിക്കാണിക്കുക. കാരണം മുത്തശ്ശന് വലിയ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, വലിയ ലോകവിവരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് ആർക്കുണ്ട്? മുത്തശ്ശനുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷവും മുത്തശ്ശൻ എന്ത് ചെയ്യുന്നത്? ഈ ഹൊറഗല്ലുവിൽ വന്നിരുന്നുകൊണ്ട്, ആ ആലിൻ്റെ ചോട്ടിൽ വന്നിരുന്നുകൊണ്ട് അവിടെ വരുന്ന വഴിയാത്രക്കാരോടും അവിടെ വന്ന് വിശ്രമിക്കുന്നവരോടും, അല്ലെ പാടത്ത് പോയിട്ട് പണിയെടുത്ത് വരുന്ന ആളുകളോടും സംസാരിക്കുന്നത്. അവരവരുടെ തണുത്ത വെള്ളം കൊണ്ട്, അവിടെ ഇപ്പം മൺപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് അവരുടെ മുഖം കഴുകുമ്പോഴും അവരുടെ മനസ്സ് കുളിർക്കുമ്പോഴും, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ തന്നെ മുത്തശ്ശനും അതിൻ്റെയൊക്കെ പങ്കായി മാറുന്നു, അതിൻ്റെയൊക്കെ പങ്കാളിയായി മാറുന്നതും
ഒക്കെ ഈ ഒരു കഥ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ജീവിതത്തിൽ എല്ലാ മനുഷ്യനും എന്താവശ്യമുണ്ട്, കുറച്ചു നേരമെങ്കിലും അവനവൻ്റെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു സമയം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര സമയം വർക്കാണെങ്കിൽ ഇത്ര സമയം വിനോദം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയൊരു ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എല്ലാ മനുഷ്യനും അവനവൻ്റെതായ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാ മനുഷ്യനും ആവശ്യവുമാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോകം തയ്യാറാവണം. അതിനെന്താണ് ഏറ്റവും എളുപ്പമാർഗം? നമ്മൾ പരസ്പരം നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യുക, നമ്മൾ പരസ്പരം അവരവരെ കെയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് മുത്തശ്ശൻ കൊടുക്കുന്നൊരു വലിയ ഉപദേശം. ആ സമയത്ത് കൊച്ചായിരിക്കുന്ന നമ്മുടെ ഓദറിന് അല്ലെ സുധാമൂർത്തിക്ക് ആ ഒരു പറഞ്ഞു തന്ന അർത്ഥങ്ങളെ പറ്റിയിട്ട്, ആ വാക്കുകളുടെ ഒരു വാല്യൂവിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി പാടുണ്ടായില്ല. പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. അവർ മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് 25 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ ക്ലർക്കായിട്ടുള്ള രത്ന എല്ലാ ആളുകളോടും നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാ ആൾക്കാരോടും ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ രത്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇവരുടെ കൊളീഗ്, അവരെ പറ്റിയിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരോടും എപ്പോഴും സംസാരിക്കുകയും ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ലഞ്ച് ബ്രേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഓദറിന്, നമ്മുടെ സുധാമൂർത്തിക്ക് ഉണ്ടാവുന്നൊരു സംശയം, എന്താണ് നിങ്ങൾക്ക് ഇത്രമാത്രം പറയാനുണ്ടാവുന്നത് എന്നുള്ളതാണ് അല്ലേ, എന്താണ് ഇതിന് മാത്രം നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് അവരവരുടെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാണ് എന്ന് പറയുമ്പോൾ അവരവരുടെ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ പ്രോബ്ലംസൊക്കെ ഇല്ലാതായി പോവോ എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇല്ല. പക്ഷേ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ടായി പോകുന്നില്ല. അവനവന് മാത്രമേ അവനവൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അവരുടെ ഒരു വലിയ ബേർഡൻ അവരുടെ പുറത്ത് നിന്ന് അല്ലെങ്കിൽ ചുമലിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നത് തന്നെ വലിയൊരു ഷെയറിങ് ആണ്, കെയറിങ് ആണ് എന്നൊക്കെ ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ രത്ന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്കിതൊക്കെ എവിടെയാണെന്നാണ് ഓർമ്മ വരുന്നത്? അവളുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശൻ എന്താണോ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതേ കാര്യങ്ങളാണ് ആർക്ക് ഓർമ്മ വരുന്നത്? നമ്മുടെ സുധാമൂർത്തിക്ക്, നമ്മുടെ ഓദറിന് ഇവിടെ നല്ല രീതിയിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അവസാനം ആ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുകയാണ്? എൻ്റെ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള ഹൊറഗല്ലുകൾ ഉണ്ടാവണം. ഞാൻ ഹൊറഗല്ലിൻ്റെ അടുത്തൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെയും ഞാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള ഹൊറഗല്ലു അല്ലെ ഇതുപോലെയുള്ള ഒരു തുരുത്തുകൾ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. ലോകം നിറയെ ഇത്തരത്തിലുള്ള തുരുത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാഗ്രഹിക്കുകയാണ്? നമ്മുടെ എഴുത്തുകാരി ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സുധാമൂർത്തി ആഗ്രഹിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ കഥയുടെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ മക്കളെ നിങ്ങളത് വായിച്ചെടുക്കണം. നമുക്ക് എല്ലാ ആളുകൾക്കും എന്താവശ്യമുണ്ട്? ഷെയറിങ്, കെയറിങ് ഒക്കെ ആവശ്യമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട്, അച്ഛനമ്മമാരോട്, സഹോദരങ്ങളോട് പങ്കുവെക്കാനും അതിൻ്റെ ആവലാതികളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഒരു സ്നേഹമോ അവരുടെ ഒരു തലോടലോ അവരുടെ ഒരു ഇഷ്ടമോ നമ്മൾക്ക് പല വഴികളും തെളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കാം. നമ്മളൊന്നും തന്നെ മനസ്സിൽ വെച്ചിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് വിങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതെല്ലാ ആളുകളും ജീവിതത്തിൽ മാതൃകയാക്കിയിട്ടെടുക്കണം. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പാഠങ്ങളും എന്താണെന്നാ പറയുന്നത്? ജീവിതത്തിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളായിട്ട് നമുക്കുള്ള ഓരോ മൈൽ സ്റ്റോണുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകണമെന്ന് പഠിപ്പിക്കുന്ന ഗുണപാഠ കഥകളായിട്ട് കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾ നല്ല രീതിയിൽ കേൾക്കാനും അത് മനസ്സിലാക്കാനും കുറച്ചുകൂടി അത്തരത്തിലുള്ള കഥകളെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി നിങ്ങൾ നടത്തണം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആ കഥ. അപ്പോൾ ഒന്നുകൂടി ആ കഥയൊന്ന് നല്ല രീതിയിൽ വായിക്കുക. നമ്മൾ കഥ മാത്രം നോക്കിയിരുന്ന് പോവുകയല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നോക്കിക്കോളുമല്ലോ, ഒരു സംശയമില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു പാഠം വായിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. ഇതാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത്? വാട്ട് ഈസ് എ ഹൊറഗലു ആൻഡ് വാട്ട് ഈസ് ഇറ്റ് പർപ്പോസ് എന്നാണ് ചോദിക്കുന്നത്.
എന്താണ് ഹൊറഗലു അല്ലേ? എന്താണ് അതിൻ്റെ ഉപയോഗം, എന്താണ് അതിനെ കൊണ്ടുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെഴുതും? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലേ? എന്താണ് ഒറ്റ വാക്കിൽ ഹൊറഗലുവിനെ ഡിഫൈൻ ചെയ്യാൻ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എ ഹൊറഗലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ വിയർ വെയിറ്റ് അല്ലേ? ഹൊറഗലു എന്താണെന്നാണ് പറയണത്? ഹൊറഗലു ഒരു സ്റ്റോൺ ആണ് അല്ലെ, ഒരു കല്ലാണ്. അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. എ ഹൊറഗലു പ്രൊവൈഡ്സ് എ സ്പേസ് ഫോർ എനിവൺ ടു സിറ്റ് ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ, ചാറ്റ് വിത്ത് എ ഫെല്ലോ ട്രാവലർ ആൻഡ് ഡ്രിങ്ക് വാട്ടർ ഫ്രം ആൻ എർത്തൻ പോട്ട് കെപ്റ്റ് നിയർ ബൈ എന്നാണ് പറയുന്നത്. എന്താണ് ഹൊറഗലു എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഒരു സ്പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? ഒരു സ്പേസ് മാത്രമാണോ കൊടുക്കുന്നത്? എല്ലാവർക്കും ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും അവിടെ ഇരുന്നു കൊണ്ട് പരസ്പരം അവരുടെ നാട്ടുവിശേഷങ്ങൾ പറയാനും അവർ നടന്നു വന്ന വഴിയിലെ വിശേഷങ്ങൾ പറയാനും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? ഹൊറഗലു എന്ന് പറയുന്നത് അല്ലേ? അത് ആർക്കാണ്? ആ വരുന്ന വഴിയാത്രക്കാരായിട്ടുള്ള മനുഷ്യർക്കെല്ലാം തന്നെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. മറ്റൊന്നെന്താണ്? ഈ ഹൊറഗലുവിൻ്റെ അടുത്ത് എന്തുണ്ട്? അതും കൂടി നമുക്കിതിൻ്റെ കൂടെ പറഞ്ഞങ്ങോട്ട് പോവാം അല്ലേ? എന്തുണ്ട് എന്നാണ് പറയുന്നത്? ഹൊറഗലുവിൻ്റെ അടുത്ത് ഒരു മൺകുടമുണ്ട്. ആ മൺകുടത്തിൽ എന്തുണ്ട്? ഏത് സമയവും സദാസമയവും വെള്ളം ഉണ്ടാവും. ആ വെള്ളമാണ് എന്ത്? ഈ വഴിയാത്രക്കാരൊക്കെ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. തണുത്ത വെള്ളമായിരിക്കില്ലേ മൺകുടത്തിലെ വെള്ളം. അതാണ് ഇവിടെ ഹൊറഗലുവിനെ പറ്റിയിട്ട് ആര് പറയുന്നത്? നമ്മുടെ ഓതർ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ഹൊറഗലു, എന്താണ് അതിൻ്റെ പേർപ്പസ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നോക്കിക്കേ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ആർ ദ സ്പെഷ്യൽ മെമ്മറീസ് ദ ഓതർ അസോസിയേറ്റ്സ് വിത്ത് ദ ഹൊറഗലു? എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ആണ് നമ്മുടെ ഓതറിന് ഹൊറഗലു ആയിട്ട് ഉള്ളത് അല്ലേ? അതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് എഴുതും? ഓതറിന് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അല്ലേ? അതിന് ആൻസർ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്: ദ സ്പെഷ്യൽ മെമ്മറീസ് ആർ ഓഫ് ഹർ ഗ്രാൻഡ് ഫാദർ ഹു യൂസ്ഡ് ടു ചാറ്റ് വിത്ത് ട്രാവലേഴ്സ് ഹു വെർ റെസ്റ്റ് ഇൻ ദ ഹൊറഗലു. ഹൊറഗലുവിനെ പറ്റി നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയായിട്ട് ആ ഹൊറഗലുവിനെ ഓർക്കുമ്പോൾ ആരാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ മുത്തശ്ശനായിരിക്കും. ആ മുത്തശ്ശനാണല്ലോ ആ ഹൊറഗലുവിലിരുന്ന് എല്ലാ ആൾക്കാരോടും ദൈനംദിനമായിട്ട് എല്ലാ സമയവും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. മുത്തശ്ശൻ്റെ സംസാരവും ആ ട്രാവലേഴ്സുമായിട്ടുള്ള സംസാരങ്ങളും അവിടെയുള്ള ആ ഒരു ഇരിപ്പും ഒക്കെയാണ് ഹൊറഗലുവിനെ ഓർക്കുന്ന സമയത്ത് നമ്മുടെ എഴുത്തുകാരിയുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് വായിച്ചോളൂല്ലോ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ റിഫ്രഷ് ദ ട്രാവലേഴ്സ്? എങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശൻ, നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശൻ ആരെ റിഫ്രഷ് ചെയ്യിക്കുന്നത്? നമ്മുടെ ട്രാവലേഴ്സിനെ, യാത്രക്കാരെ ഒന്ന് റിഫ്രഷ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആൻസർ നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്? അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണല്ലേ? ആ ട്രാവലേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന വഴി നീളെ അവരവരുടെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ആലോചിച്ചാണ് ഈ പുറത്തെ ഭാരവും എടുത്തെടുത്ത് അവർ നടന്നു വരുന്നത്. പക്ഷേ മുത്തശ്ശനോട് സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ്? അവർക്ക് അവരുടെ പകുതി ഭാരം കുറഞ്ഞതുപോലെ, മനസ്സിലെ ഭാരം പൂർണ്ണമായിട്ടും ഒഴിവായതുപോലെയൊക്കെ അവർക്ക് തോന്നും അല്ലേ? അതാണ് ആൻസർ ഇവിടെ കൊടുത്തേക്കുന്നത്. ഗ്രാൻഡ് ഫാദർ റിഫ്രഷ്ഡ് ദ ട്രാവലേഴ്സ് ബൈ ടോക്കിംഗ് ടു ദം. എങ്ങനെ റിഫ്രഷ് ചെയ്യുമെന്ന് പറയുന്നത്? അവരോട് സംസാരിച്ച് അവരുടെ മൈൻഡിനെ ഫ്രീ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ഓക്കെ അല്ലേ? നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാ. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈസ് ഹൊറഗലു എസെൻഷ്യൽ ഇൻ ജേർണി? വൈ? ഈ ഹൊറഗലു എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ യാത്രയിൽ എസെൻഷ്യൽ ആയ ഒന്നാണോ? അത്രയും പ്രാധാന്യമുള്ള ഒന്നാണോ? അല്ലെങ്കിൽ അത് നമ്മുടെ യാത്രയിൽ വേണോ? അതെന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതും? നമുക്ക് ഒരുപാട് ഉത്തരം വരുമല്ലേ നമ്മുടെ മനസ്സിനകത്തോട്ട് അല്ലേ? പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം നോക്കിയേ. യെസ്, ദ ബേർഡൻസ് ഓഫ് അവർ ലൈഫ് നീഡ് ടു ബി പുട്ട് ഡൗൺ വൺസ് ഇൻ എ വൈൽ. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് അഗെയിൻ ആൻഡ് റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. എന്താ പറയണത്? നേരത്തെ മുത്തശ്ശൻ പറഞ്ഞൊരു വാക്കാണ് അല്ലേ? ഈ ബേർഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ ബേർഡൻസ് നമ്മുടെ ലൈഫിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന
ഭാരങ്ങൾ അതെവിടെ ഇറക്കി വെക്കാൻ വേണ്ടി, എല്ലാവർക്കും എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു സ്ഥലം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എല്ലാ ആൾക്കാരും. നിങ്ങളുടെ വീട്ടിലെ അച്ഛനമ്മമാരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും സമൂഹത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭാരത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. Only then can be refreshed to pick up the load once again and regain their strengths. അല്ലേ? എന്താണ്, ഒരു തവണയെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ അവർക്ക് കുറച്ചുകൂടി ഇങ്ങനെ റിഫ്രഷ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, അവർക്ക് വീണ്ടും ആ ലോഡ് പിക്കപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടോ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് ഇവിടെ പറയുന്നത്? ഹൊറഗില്ലു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എസെൻഷ്യൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ്റെ യാത്രയിൽ എസെൻഷ്യൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എസെൻഷ്യൽ ആണ്. എന്താണ്, എല്ലാ മനുഷ്യനും എന്താഗ്രഹിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് വെച്ച് അവൻ്റെ ബേർഡൻ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ എന്താണ്, എല്ലാ മനുഷ്യരും അങ്ങനെ ഇറക്കി വെച്ചാൽ മാത്രമേ വീണ്ടും അത് ചുമക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ നമ്മുടെ നാലാമത്തെ ആൻസർ? ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ഹൊറഗില്ലു ഗിവ്സ് everyone the opportunity to regain their strength. What does the author try to indicate here? ഹൊറഗില്ലു എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ, അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറയാണ്. ഇതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരി, നമ്മുടെ കഥാകാരി അല്ലേ, അനക്ഡോട്ട് എഴുതി വെക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇത് ഈ ഒരു വാക്ക് പറയുന്ന സമയത്ത്, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നോക്കിക്കേ, അതിൻ്റെ ആൻസർ നോക്കാം. Once the burden is relieved, people may find an extra energy to pick up the load once more and go forward. Similarly, if a person gets a chance to share their worries and be relieved of them, they regain their strength to move on, taking to load of life again. എന്താ പറയുന്നത്? ഒരു മനുഷ്യല്ലേ, വൺസ് ദ ബേർഡൻ ഈസ് റിലീവ്ഡ്, ഒരു സമയത്ത് ആ ബേർഡൻ ഒന്ന് റിലീവ് ആവുകയാണെങ്കിൽ അല്ലേ, പീപ്പിൾ മേ ഫൈൻഡ് എൻ എക്സ്ട്രാ എനർജി ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ ആൻഡ് ഗോ ഫോർവേഡ്. എന്താണ്, ഒരു സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ തന്നെ തോളിൽ ബാഗ് തൂക്കിയിട്ട് ഇങ്ങനെ പോവാണ്, ഒരുപാട് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് പോവാണെന്ന്, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ പുസ്തകവും എടുത്തുകൊണ്ട് പോവാണത്. ഒരു സമയത്ത് നമുക്കത് ബസ്സിൽ വെക്കുകയാണെങ്കിൽ എന്താണ്, ഇച്ചിരി സമയത്തേക്ക് നമുക്കൊരു എന്താണ് ആശ്വാസം ഉണ്ടാവും. എന്നാൽ മാത്രമാണ് എന്ത് വീണ്ടും അത് എടുത്തിട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതുപോലെയാണ് ലൈഫിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ ബാധ്യത, ഓരോ കടപ്പാടുകൾ, ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും അത് മാറ്റി വെച്ച് അത് വീണ്ടും അതേ ആവേശത്തോടു കൂടി അതിലധികം എനർജിയോട് കൂടിയിട്ട് അത് പിക്കപ്പ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായേ പറ്റുള്ളൂ? ഇതേപോലെയുള്ള ഹൊറഗില്ലുകൾ ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ, ഇതുപോലെയുള്ള ബേർഡൻസ് റിലീവ് ആയിട്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. എന്നാൽ മാത്രമാണ് മുന്നോട്ടേക്ക് ആ ലോഡും കൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. Similarly, if a person get a chance to share their worries and be relieved of them, they regain their strength to move on, taking the load of life again. എന്താ പറയണത്? ഇതേപോലെ അല്ലേ, ഇതേപോലെ പേഴ്സൺസ് എന്ത് ചെയ്യുകയാണെങ്കിൽ അവരുടെ വറീസ് ഷെയർ ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്, അവരുടെ ബേർഡൻസ് റിലീവ് ആവും. എന്നിട്ട് വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അത് അവർക്ക് റീഗെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് നടക്കാനുള്ള പ്രചോദനം കൊടുക്കും. അവർക്ക് വീണ്ടും അവരുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന് സംശയമുണ്ടോ? സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്നിത് വായിച്ച് നോക്കുക. ഓക്കെ, നമ്മുടെ നമ്മുടെ 6th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ബ്രിങ് ഔട്ട് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ബേർഡൻ. എന്താണ് ഇവിടെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്? ഏത് ബേർഡൻ എന്ന വേർഡ് എന്ന് പറയുന്ന സംഭവത്തെ, ബേർഡൻ എന്ന് പറയുന്ന വേർഡിന് എന്താണ് ഇവിടെ സിംബോളിക് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബേർഡൻ ഹിയർ സിഗ്നിഫൈസ് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്
വിച്ച് ആർ ലൈക്ലി ഹെവി ലോഡ്സ്. എന്താണ് ഇവിടെ ഈ ബേർഡൻ എന്ന് പറയുന്ന വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് എന്താണെന്നാണ്, അല്ലെങ്കിൽ സിഗ്നിഫൈ ചെയ്തേക്കുന്നത് എന്താണെന്നാണ്? ജീവിതത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ എല്ലാ ഭാരങ്ങളെയുമാണ് എന്ത് ബേർഡൻ എന്ന് പറഞ്ഞ് ഇവിടെ സൂചിപ്പിച്ച് വെച്ചേക്കുന്നത്. അത് എന്താണ് ഒരു ഹെവി ലോഡ് പോലെ നമ്മുടെ പുറത്തുണ്ടാവുന്ന ഭാരങ്ങൾ, അതിനെയാണ് ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങളെയാണ് എന്തിവിടെ പറയുന്നത് ബേർഡൻ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. നമ്മുടെ 7th ക്വസ്റ്റ്യൻ നോക്കുകയും മക്കളെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പോകുന്ന ആൻസേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ സമയത്ത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മുടെ 7th ക്വസ്റ്റ്യൻ നോക്കുക. കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ഇൻഫെക്ഷ്യസ് ഷിയർഫുൾനെസ്. എന്താണ് ഈ ഒരു 2 വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഈ എക്സ്പ്രഷനായിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് നമ്മളിത് കണ്ടത്? നമ്മുടെ രത്നയെ പറയുമ്പോഴാണല്ലേ കണ്ടത്. രത്ന അവരുടെ ജോലികൾ ഇതാ ഈ പറയുന്ന വാക്കുകൾ പോലെ, അല്ലെ ഇൻഫെക്ഷ്യസ് ആൻഡ് ഷിയർഫുൾനെസ് എന്ന് പറയുന്ന വാക്കുകളിലൂടെ ചെയ്യുന്നു. ആൾക്കൊരു മടിയുമില്ല. 25 വർഷമായിട്ട് അവൾ ചെയ്യുന്നു എന്ന് പറയണില്ലേ. അതെന്താണ് ഈ പറയുന്ന ഇൻഫെക്ഷ്യസ് ആൻഡ് ഷിയർഫുൾനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് such people have an ability to spread their happiness to everyone. എന്താണ് അവർ ചില മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് അല്ലേ. അത് ചില മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു എബിലിറ്റിയാണ്. എന്ത് അവരുടെ ഉള്ളിലെ സന്തോഷം അല്ലേ അവർ മറ്റു മനുഷ്യർക്ക് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്ന് പറയുന്നത് ചില മനുഷ്യർക്ക് മാത്രം ഉണ്ടാവുന്ന എബിലിറ്റിയാണ്, അത്തരം കഴിവുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ 8th ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നമ്മുടെ 8th ക്വസ്റ്റ്യൻ നോക്കുന്നത് വാട്ട് ഡിഡ് രത്ന ഡു ഡ്യൂറിങ് ലഞ്ച് ഹവേഴ്സ്. എന്താണ് രത്ന ഈ ലഞ്ച് ഹവേഴ്സിൽ ചെയ്യണത് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാലോ, അതിന് ആൻസർ എല്ലാവർക്കും അറിയാം അല്ലേ. ലഞ്ച് ടൈമിൻ്റെ സമയത്ത് രത്ന എല്ലാവരുടെ അടുത്തും പോയിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് കഥ പറയുകയാണല്ലേ. അവർ കഥകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങോട്ട് കയറി സംസാരിച്ച ബാക്കി അവരുടെ വിഷമങ്ങളും അവരുടെ ആവലാതികളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആരുടെ അടുത്ത് ഷെയർ ചെയ്യാണ്? രത്നയുടെ അടുത്ത് ഷെയർ ചെയ്യാണ് അല്ലേ. ആ ആൻസറാണ് അത് ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിക്കേ മക്കള്. ഷീ സ്പോക്ക് വിത്ത് പീപ്പിൾ ഇൻഡിവിജ്വലി ആൻഡ് ലിസൺ ടു ദിയർ പ്രോബ്ലംസ്. അവൾ എന്ത് ചെയ്യുന്നുവെന്ന് അവൾ സംസാരിക്കും അല്ലേ. അവരുടെ എന്ത് കാര്യങ്ങൾ വിച്ച് പീപ്പിൾ ഇൻഡിവിജ്വലി ആൻഡ് ലിസൺ ടു ദിയർ പ്രോബ്ലംസ്. ആരോട് സംസാരിക്കും? ഓരോ മനുഷ്യരായിട്ട് ഇൻഡിവിജ്വലി ആയിട്ട് സംസാരിക്കും. എന്നിട്ട് എന്ത് കേൾക്കും? അവരുടെ പ്രോബ്ലംസ് കേൾക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, അതിലൊരു തർക്കമില്ല. ഓക്കെ, നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കുക അല്ലേ. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് രത്ന സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് രത്നയുടെ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് എന്താണ്? രത്ന ഈസ് സിമ്പിൾ ആൻഡ് അഡ്മിറ്റ് ദാറ്റ് ഷീ ഈസ് നോട്ട് ട്രെയിൻഡ് കൗൺസിലർ ഓർ എൻ ഇൻ്റലക്ച്വൽ ടു സോൾവ് എനിബഡീസ് പ്രോബ്ലംസ്, but she is a patient listener enough to get people relieved of their problems. That is her simplicity. രത്നയുടെ സിംപ്ലിസിറ്റി എന്തുകൊണ്ട്? അവളുടെ വേഷവിധാനങ്ങളിൽ ഒന്നുമല്ല ഇട്ട് ഇവിടെ പറയണത്. എന്താണ് രത്ന, എങ്ങനെയാണ് രത്ന അത്രയും സിമ്പിളായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രത്ന ഈസ് സിമ്പിൾ ആൻഡ് അഡ്മിറ്റ് ദാറ്റ് ഷീ ഈസ് നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ അല്ലേ. ഇങ്ങനെ ഇവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറയുകയാണല്ലേ നമ്മുടെ സുധാമൂർത്തി. നമ്മുടെ ഓദർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെ മുന്നിലും എന്താ പറയുക, ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ഇവിടെ കേട്ടിട്ട് പറയുകയാണ്, ഞാനൊരു കൗൺസിലറൊന്നും അല്ലടോ, എന്താ പറയുക, ഞാനൊരു ട്രെയിൻഡായ കൗൺസിലറല്ല, അതുപോലെ ഞാൻ ഒരുപാട് ബുദ്ധിമതിയാണല്ലേ, ബുദ്ധി ഉപദേശിക്കാൻ പറ്റിയ ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്നൊന്നും ഞാൻ പറയണമെന്നില്ല. പക്ഷേ ഞാൻ ആരാണ്? ഞാനൊരു സമാധാനമുള്ള പേഷ്യൻ്റായിരിക്കുന്ന ഒരു ലിസണറാണ്, ഒരു നല്ല കേൾവിക്കാരിയാണ്. അത് മതി. എന്തിന്? പീപ്പിളിനോ എന്ത് റിലീവ്ഡ് ഓഫ് ദിയർ പ്രോബ്ലംസ് അല്ലേ. അവർ എന്താണ് ഈ പറയുന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങൾ റിലീവായിട്ട് വരാൻ വേണ്ടി ആ ഒരൊറ്റ കാര്യം മതി. അതാണ് അവളുടെ സിംപ്ലിസിറ്റി. ദാറ്റ് ഈസ് ഹർ സിംപ്ലിസിറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആൻസേഴ്സിലോട്ട് പോവരുത്. ഇതായിരിക്കണം നിങ്ങളുടെ ആൻസറായിട്ട് അവിടെ വരേണ്ടത്. ഓക്കെ, നമ്മുടെ 10th ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ 10th ക്വസ്റ്റ്യൻ എന്താണ്? ദ ഓദർ വിഷ് ദാറ്റ്
there were many more of Horgelus in the world command എന്നാണ് പറയുന്നത്. എന്താണ്? The author wished that there were many more Horgelus in the world. നമ്മുടെ എഴുത്തുകാരി എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ലോകത്ത് എല്ലായിടങ്ങളിലും ഒരുപാട് ഹൊറഗല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അവൾക്ക് തിരിച്ചറിയാണ് അല്ലേ, ഒരു സോഷ്യൽ വർക്ക് അവിടെ നടക്കുകയാണ്. അത്രമേൽ സമൂഹത്തെ കണക്റ്റഡ് ആയിട്ട് പോകുന്നതിൽ ഏറ്റവും പ്രാധാന്യമായ ഒരു പങ്ക് ആർക്കുണ്ടെന്ന് പറയുന്നത്? ഹൊറഗല്ലോന് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ എന്താണെന്ന് പറയണത്? അതിൻ്റെ ആൻസർ ആയിട്ട് അവൾ പറയുന്നതാണ്, ഷീ വിഷസ് ദാറ്റ് ദർ വെർ മെനി മോർ പീപ്പിൾ വിത്ത് whom they could share their problems and get relieved. അവൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ലോകത്ത് ഒരുപാട് ഇതുപോലെയുള്ള മനുഷ്യരുണ്ടാവട്ടെ. ഹൊറഗല്ലൂവിനെ മാത്രമാണ്, അതുപോലെയുള്ള മനുഷ്യരുണ്ടാവട്ടെ. ഇപ്പം ഇനി ഹൊറഗല്ലൂവിൻ്റെ ആവശ്യങ്ങളൊക്കെ കുറഞ്ഞു എല്ലാവർക്കും സ്വന്തം വീടും സ്ഥലങ്ങളും ഇരിക്കാനുള്ള സൗകര്യങ്ങളും സഞ്ചരിക്കാൻ കാറും വണ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനൊന്നും ആവശ്യമില്ലാതായി പോകണം. പക്ഷെ എന്താണ്? മനുഷ്യരാവുന്ന ഹൊറഗല്ലുകൾ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അല്ലേ. അവർ ലോകത്ത് അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാവട്ടെ. പരസ്പരം എന്താണ്? അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും അവരുടെ പ്രോബ്ലംസിൽ നിന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ടും അത് ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്ര വരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലേ. പക്ഷെ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി നമുക്കിവിടെ നോക്കിയിട്ട് പോവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള തിങ്ക് ആൻഡ് റൈറ്റ് ഭാഗമാണ് അല്ലേ. തിങ്ക് ആൻഡ് റൈറ്റിൽ നിങ്ങൾ കണ്ടില്ലേ, ഡു യു തിങ്ക് ദാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വേർ ഡൂയിങ് സം ട്രമൻഡസ് സോഷ്യൽ സർവീസ് എക്സ്പ്ലെയിൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏതെങ്കിലും എക്സാമിൻ്റെ ഒരു ഭാഗത്തൊരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എന്താണ്, രത്നയും ഇപ്പോൾ അച്ചാച്ചനും ചെയ്യണ കാര്യങ്ങൾ, മുത്തശ്ശനും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സോഷ്യൽ സർവീസ് ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം നൽകുക? അതിൻ്റെ ആൻസർ നോക്കിയേ. The author's grandfather and Ratna were both excellent social workers. They had been improving the lives of many by helping them unload their mental stress and tension. The author's grandfather listened to travelers talking about their miseries. Ratna also did the same. She just gave an ear to their complaints. Both could not actually resolve their problems, but they could make a change in their mental state. In a way, Ratna and the author's grandfathers rendered tremendous social service as they both helped many to regain their normality. എന്താണ് ഇവിടെ പറയണേ? നമ്മുടെ ഓതറിൻ്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ തന്നെ രത്നയും ഇവർ 2 പേരും ചെയ്യുന്നത് വലിയൊരു സോഷ്യൽ വർക്കാണ് എന്ന് തന്നെയാണ് വാദിക്കുന്നത് അല്ലേ. അവരെന്ത് ചെയ്യാണ്? ദേ ഹാഡ് ബിൻ ഇംപ്രൂവിങ് ദ ലൈഫ്സ് ഓഫ് മെനി ബൈ ഹെൽപ്പിംഗ് ദം അൺലോഡ് ദിയർ മെൻ്റൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻ. എന്താണ്? അവർ ഈ പറയുന്ന സംസാരങ്ങളിലൂടെ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്? മറ്റുള്ള ആളുകളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സർവീസാണ് അവർ ചെയ്യുന്നത്. ദ ഓതേഴ്സ് ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ട്രാവലേഴ്സ് ടോക്കിംഗ് അബൌട്ട് ദിയർ മിസറി. ഓതറിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്തായിരുന്നു ശ്രദ്ധിച്ചത്? അവരുടെ ട്രാവലേഴ്സിൻ്റെ ഒരുപാട് വിഷമതകൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത്. രത്ന ഓൾസോ ഡിഡ് ദ സെയിം. രത്ന എന്താ ചെയ്തത്? അവളുടെ ക്ലീക്സിൻ്റെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ. രത്ന അതേ കാര്യമാണ് ചെയ്തത്. ഷീ ജസ്റ്റ് ഗേവ് ആൻ ഇയർ ടു ദിയർ കംപ്ലയിൻസ്. എന്താണ്? അവളൊരു ചെവി കൊടുക്കുന്നുണ്ട് അല്ലേ, അവരുടെ കംപ്ലയിൻസ് കേൾക്കാൻ വേണ്ടി ഒരു ചെവി കൊടുക്കുന്നുണ്ട്. ബോത്ത് കുഡ് നോട്ട് ആക്ച്വലി റിസോൾവ് ദെയർ പ്രോബ്ലംസ് ബട്ട് ദേ കുഡ് മേക്ക് എ ചേഞ്ച് ഇൻ ടു എ മെൻ്റൽ സ്റ്റേറ്റ്. അവർ 2 പേരും എന്താണ് അവരുടെ കേൾക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കൊടുക്കാൻ, അത് റിസോൾവ് ചെയ്യാൻ അവർക്ക് ആവില്ല. പക്ഷേ എന്ത് പറ്റും? അവർക്കൊരു മെൻ്റൽ സ്റ്റേറ്റ് കൊടുക്കാൻ വേണ്ടി, ഒരു പവർ കൊടുക്കാൻ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ, അവർക്കൊരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. In a way, Ratna and the author's grandfather ran a tremendous social service as they both helped many to regain their normality. അവർ 2 പേരും ചെയ്യുന്നത് എന്താണ്? ഒരു ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള സോഷ്യൽ സർവീസാണ്. അവർ എങ്ങനെ ചെയ്യുന്ന പറയുന്നത് അല്ലേ, അവർ 2 പേരും ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു നോർമാലിറ്റിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ്
രണ്ടുപേരും നടത്തിയത്? ഇത് മക്കൾ ശ്രദ്ധിക്കണം. ഇത് മിക്കവാറും എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഈ ഒരു സാധനം 1-2-3 വട്ടമെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിനകത്ത് നിൽക്കുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേ തിങ്ക് ആൻഡ് റൈറ്റിൽ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്യാൻ വി റിലേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ടു ഹൊറഗിലു? വൈ? നമുക്ക് ഈ ഗ്രാൻഡ് ഫാദറിനെയും രത്നേനെയും ഹൊറഗിലുമായിട്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? ഇതും നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്, ഹൊറഗില്ലു ഈസ് എ സ്റ്റോൺ ദാറ്റ് ബിയേഴ്സ് വെയിറ്റ്. ഹൊറഗില്ലു എന്താണ്? നമുക്ക് ആദ്യം യെസ് എന്ന് എഴുതണം. എന്താണ് നിങ്ങൾക്ക് പറ്റുക എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് നമ്മുടെ മറുപടി. പക്ഷേ അതിൻ്റെ അടുത്ത് വരിയായിട്ട് എഴുതുന്നത് ഹൊറഗില്ലു ഈസ് എ സ്റ്റോൺ ദാറ്റ് ബിയേഴ്സ് വെയിറ്റ് അല്ലേ. ഹൊറഗില്ലു എന്താണ്? ഒരു ചുമട് താങ്ങിയാണ്. അതെന്താണ്? ഒരു കല്ലാണ്. അത് വെയിറ്റ് താങ്ങുന്ന ഒന്നാണ്. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആർ ഹൊറഗില്ലൂസ് ദാറ്റ് ബോർ ദ ഹെവി ലോഡ്സ് ഓഫ് ലൈഫ്. എന്താ പറയുന്നത്? ഈ ഗ്രാൻഡ് ഫാദർ രത്ന ഇതേപോലെയുള്ള ഒരു ഹൊറഗില്ലുകൾ തന്നെയാണ്. എന്താണ് ഈ പറയുന്ന രീതിയിൽ മനുഷ്യൻ്റെ ഹെവി വെയിറ്റ് ഒന്ന് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദേ ഹെൽപ്ഡ് അതേഴ്സ് ടു ഗെറ്റ് എ റിലീഫ് ബൈ ഓപ്പണിംഗ് ദിയർ ഹേർട്ട് ടു ദം. അവർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്? അവർ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഹൃദയം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, മറ്റുള്ള ആളുകളുടെ ഹൃദയം ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഹെൽപ്ഡ് ദം ടു റെസ്യൂം ദിയർ ജേർണി അഫ്രഷ്. എന്താണ് അവരുടെ ജേർണിയെ എന്ത് ചെയ്യുന്നതാണെന്ന് ഒരു ഫ്രഷ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അതുവരെ കൊണ്ടുവന്ന ബേർഡിനൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ആക്കിയിട്ട് അവരെ അയക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? ഇവർ ശ്രമിക്കുന്നുണ്ട്. രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ ബിക്കം സ്റ്റോൺസ് അപ്പോൺ വിച്ച് അതർ കുഡ് ടേക്ക് റെസ്റ്റ് ആൻഡ് ലീൻ. എന്താണ്? രത്നയും ഗ്രാൻഡ് ഫാദറും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോണുകൾ തന്നെയാണ്. എന്താണ്? ആർക്ക് വേണ്ടെങ്കിലും വന്ന് റെസ്റ്റ് ചെയ്ത് അവർക്കൊന്ന് സമാധാനത്തോടുകൂടി ഇറങ്ങിപ്പോകാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയുള്ള കല്ലുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. ഇറ്റ് ഈസ് നോർമൽ ദാറ്റ് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് വെൻ ദേ ഷെയർ ദിയർ പ്രോബ്ലംസ് വിത്ത് സംവൺ. എന്താണ് ഇത്? എന്താണെന്നാ പറയുന്നത്? ഇതൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ല പീപ്പിളിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. അതെന്താണ്? മറ്റുള്ള ആൾക്കാരോട് ഷെയറും അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ എന്തായി മാറുമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ റിലാക്സ് ആക്കിയിട്ട് മാറ്റും. ദിസ് ഫീലിംഗ് ഓഫേർഡ് ബൈ രത്ന ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ഈസ് സിമിലർ ടു ദ റിലീഫ് ദാറ്റ് എ ഹൊറഗില്ലു ഗിവ്സ്. എന്താണെന്ന് പറയുന്നത്? ഈ ഫീലിങ്സ് ഉണ്ടല്ലോ, ഈ ഫീലിങ്സ് എങ്ങനെ ആണ് എന്നാ പറയണത്? ഇത് രത്നയും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിനെയും ഒരുപോലെ ആക്കിയിട്ട് അല്ലേ, ഹൊറഗില്ലു എങ്ങനെയാണോ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് റിലീഫ് കൊടുക്കുന്നത് അതേപോലെയുള്ള സെയിം ഫീലിങ്സ് ആണ് മുത്തശ്ശനും അതുപോലെ തന്നെ രത്നയും കൂടി ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ മക്കളെ ഇത് നന്നായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സും നല്ല രീതിയിൽ നോക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഒന്ന് ഈ ചാപ്റ്റർ വായിച്ചു നോക്കുക. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മളെ ഈ 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സൊക്കെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ ആക്ടിവിറ്റി സെഷൻ ഉണ്ട്. ആക്ടിവിറ്റി സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അതുവരെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, വായിക്കുക. അതുവരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.